ദൈവത്തിന് മഹത്വം. ഏവർക്കും ക്രിസ്തുവിൽ വന്ദനം. എഫേസ്യ ലേഖനം 4:30 വാക്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത്. റോമാലേഖനം 8-ാം 18 നാം ചിന്തിക്കുമ്പോൾ നമ്മിൽ ഭാവിയിൽ വെളിപ്പെടുവാനുള്ളതായ ദൈവ തേജസ്സിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. ആ തേജസ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ തേജസ്സാണ്. അഥവാ നാം ക്രിസ്തുവിനെ പോലെ ഭാവിയിൽ ആയിത്തീരും എന്നുള്ളതാണ് ദൈവമക്കളുടെ പ്രത്യാശ. യോഹന്നാന്റെ ലേഖനം 3:2 അത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. ആത്മാവിൽ നടത്തപ്പെടുന്നവർക്ക് തേജസ് ഇവിടെ ഭൂമിയിൽ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് 2 കൊരിന്ത്യർ ലേഖനം 3:18 വ്യക്തമാക്കുന്നുണ്ട്. ഒരു കാലത്ത് ദൈവം നമ്മെ, അല്ലെങ്കിൽ മനുഷ്യന്റെ ഉൽപ്പത്തിയിൽ എങ്ങനെ ആദമിനെയും ഔവയെയും ആ ദിവ്യ തേജസ്സിൽ ദൈവം സൃഷ്ടിച്ചിരുന്നുവോ, അപ്രകാരം ആ തേജസ്സിലേക്ക് മാനവകുലത്തെ മാത്രമല്ല സൃഷ്ടിയെ മുഴുവൻ മടക്കി വരുത്തുന്ന പ്രക്രിയയാണ് നമുക്ക് ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ആദമിന്റെയും ഹൗവയുടെയും പാപം നിമിത്തം സൃഷ്ടിക്ക് തന്നെ ഇന്ന് ദ്രവത്വം സംഭവിച്ചിരിക്കുന്നു. സൃഷ്ടി തന്നെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഭാഗങ്ങളിലെല്ലാം വ്യക്തമാക്കിയിരിക്കുന്നത്. മായയ്ക്ക് മാത്രമല്ല, ആ പ്രത്യാശയ്ക്കും നാം കീഴ്പ്പെട്ടിരിക്കുകയാണ്. മായയ്ക്ക് ഒരു ഭാഗത്ത് കീഴ്പ്പെട്ടിരിക്കും പോലെ, എന്നാൽ ഭാവി പ്രത്യാശ നാം അനുഭവിക്കാനിരിക്കുന്നു. അതിനായിട്ടും നാം കീഴ്പ്പെട്ടിരിക്കുന്നു. അഥവാ ജീർണതയുടെ ദാസ്യത്തിൽ നിന്നുള്ളതായ വിടുതൽ ദൈവമക്കൾ പ്രാപിക്കും എന്ന പ്രത്യാശയാണ്. ആ പ്രത്യാശയിലാണ് നാം കീഴ്പ്പെട്ടിരിക്കുന്നത്. അതാണ് റോമാലേഖനം 8-ാം 21 വാക്യവും ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നത്തെ നമ്മുടെ ക്ലേശങ്ങള് ഇതെല്ലാം ഒരു ഈറ്റുനോവ് പോലെ മാത്രമാണ്. നമുക്കറിയാം, ഒരു ഈറ്റുനോവിന് ശേഷമാണ് ഒരു പുതിയ സൃഷ്ടി, ഒരു ജനനം നടക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഈ ക്ലേശങ്ങളെല്ലാം ഒരു ഈറ്റുനോവ് പോലെ മാത്രമാണ്. ഇന്ന് നമ്മൾ ഭൂമിയിൽ നോക്കിയാൽ ഒത്തിരി പ്രയാസങ്ങളാണ്. രോഗമുള്ള ശരീരം, മരണമുള്ള ശരീരം, ആ അനേകവിധമാകുന്ന വേദനകളും പ്രയാസങ്ങളും. അതേപോലെ ഭൂമി തന്നെ നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ ഈ ഭൂമി മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്, അഥവാ ദ്രവത്വത്തിലാണ്. അതിന്റെ പ്രകൃതിക്ക് തന്നെ നാശം വന്നിരിക്കുന്നു. അതാണ് ഇന്നും നാം കാണുന്ന അനേക പ്രകൃതിക്ഷോഭങ്ങള്, ജലപ്രളയം, ഭൂമികുലുക്കം, ആ അഗ്നിപർവ്വതങ്ങൾ പൊട്ടുന്നു എന്ന് വേണ്ട, ഇതെല്ലാം ഇപ്പോൾ ഭൂമിയിൽ നടക്കുന്ന നാശനഷ്ടങ്ങളാണല്ലോ. എന്നാൽ ഓർക്കുക, ഈ സൃഷ്ടിക്ക്, ഈ ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് ഒരു വിടുതലുണ്ട്. ഈ ഭൂമിക്ക് തന്നെ ഒരു വിടുതലുണ്ട്. അതുകൊണ്ട് ദൈവമക്കൾ മാത്രമല്ല, പ്രകൃതി പോലും പ്രത്യാശയോടെ കാത്തിരിക്കുന്നതായ അനുഭവമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതേ പ്രിയമുള്ളവരെ, ഈ ഭൂമിക്ക് ഉദ്ധാരണമുണ്ട്, മാനവകുലത്തിന് മുഴുവനായി ഒരു ഉദ്ധാരണമുണ്ട്. അത് കർത്താവിന്റെ വരവിങ്കൽ മാത്രമാണ് സംഭവിക്കുന്നത്. അതേ ഈറ്റുനോവിന് ശേഷം ഒരു പുതിയ ജനനം നടക്കുന്നത് പോലെ ദൈവമക്കൾക്ക് ഒരു പ്രത്യാശയുടെ വീണ്ടെടുപ്പുണ്ട് എന്നുള്ളത് നമുക്ക് ധൈര്യവും പ്രത്യാശയും നൽകുന്ന വസ്തുതയാണല്ലോ. ആ പ്രത്യാശയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടെടുപ്പിൻ നാളടുത്തിതാ, മാറ്റൊലി ഞാൻ കേട്ടിടുന്നിതാ. ലോകമെന്ന് പോകാം, സാക്ഷികളായി തീരാം, കാലമെല്ലാം തീരാറായല്ലോ. ലോകമെന്ന് പോകാം, സാക്ഷികളായി തീരാം.
ദേശത്തിന്റെ കാവൽ ചെയ്തിടും കാവൽക്കാരാ രാത്രി എന്തായി ദേശത്തിന്റെ കാവൽ ചെയ്തിടും കാവൽക്കാരാ രാത്രി എന്തായി ദൂരെ നിന്ന് കേൾക്കും നാദമെന്റെ കാതിൽ കാവൽക്കാരാ രാത്രി എന്തായി ദൂരെ നിന്ന് കേൾക്കും നാദമെന്റെ കാതിൽ കാവൽക്കാരാ രാത്രി എന്തായി വേഗം നാം പോയിടാം വേഗം നാം പോയിടാം കാലമെല്ലാം തീരാറായല്ലോ വേഗം നാം പോയിടാം വേഗം നാം പോയിടാം കാലമെല്ലാം തീരാറായല്ലോ ശത്രു നിന്റെ മുമ്പിലുള്ളതാ